കേരളത്തിൽ വീണ്ടും ഒരു പ്രണയ നിരാശക്കൊല. തൃശൂർ മുഗൾക്കടവിൽ ആലത്ത് വീട്ടിൽ അഞ്ജനയാണ് കൊല്ലപ്പെട്ടത്. പ്രതി സുധീഷ് കുമാർ പോലീസ് പിടിയിൽ. കൊലപാതകത്തിന്റെ കാരണം പ്രണയ പകയെന്നാണ് പോലീസ് പറയുന്നത്. കൊല്ലപ്പെട്ട അഞ്ജനയ്ക്ക് 22 വയസ്സും പ്രതി സുധീഷിന് 24 വയസ്സുമാണ് പ്രായം. പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരുന്നു. സുധി, നീ എന്തിനാ ഇത് ചെയ്തേ? എനിക്കവളെ ഇഷ്ടമായിരുന്നു സാർ. ഇഷ്ടപ്പെടുന്നവരെ ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഞങ്ങളെപ്പോലുള്ള പോലീസുകാർ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരുമല്ലോ സുധി. സാറേ, ഇത് വേറൊരു ഇഷ്ടമല്ലായിരുന്നു. അവൾ തന്നെ മനസ്സിലേ നട്ട് നനച്ച് വളർത്തിയ ഒരിഷ്ടം. അതാ അവൾ വേരോടെ പറിക്കാൻ നോക്കി. പേട്ടയ്ക്കും സാറേ ചങ്ക്. ഇനി അവൾ ആരെയും സ്നേഹിക്കണ്ട. ഒരാൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ഇഷ്ടപ്പെടുന്നതും പിരിഞ്ഞു പോകുന്നതും ആദ്യമായിട്ടല്ല ഈ ലോകത്ത് നടക്കുന്നത്. അവരൊക്കെ ഇങ്ങനെ കൊല്ലാൻ തുടങ്ങിയാൽ എന്താകും അവസ്ഥ? ഇതിലൂടെ അവളെയല്ല, നീ നിന്നെ തന്നെ ഇല്ലാതാക്കിയത്. അവളില്ലാതെ ഞാനെന്തിനാ ജീവിക്കണേ സാറേ? എനിക്കിനി ജീവിക്കണമെന്നില്ല സാർ. നിനക്കിപ്പോഴും ഒരു കുറ്റബോധവും തോന്നുന്നില്ലേ? കുറ്റബോധമുള്ള ശ്രുതിയെ നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. നാളെ നിൻ്റെ വീട്ടുകാരെക്കുറിച്ച് ആലോചിക്കുമ്പോഴും നിൻ്റെ കൂട്ടുകാരെക്കുറിച്ച് ആലോചിക്കുമ്പോഴും കഴിഞ്ഞുപോയ നിൻ്റെ നാളുകളെക്കുറിച്ച് ആലോചിക്കുമ്പോഴും കുറ്റബോധം താനെ വരും സുധി. ഇല്ല സാർ, എൻ്റെ മനസ്സിലതൊന്നുമില്ല. അവളുടെ പ്രണയം അത് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അതൊരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ എൻ്റെ കയ്യിലിരുന്ന കത്തി കൊണ്ട് അവളെ അവസാനമായി സ്നേഹിച്ചത്. നിൻ്റെ മനസ്സിൽ അവരില്ലായിരിക്കാം, പക്ഷെ അവരുടെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ സുധി. പുറത്ത് വരാന്തയിൽ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം കരഞ്ഞ് കാത്തിരിക്കുന്ന ഒരച്ഛനുണ്ട് നിനക്ക്. ഇതറിഞ്ഞ നിമിഷം മുതൽ ആശുപത്രിയുടെ ICU വാർഡിൽ ബോധം കെട്ടിക്കിടക്കുന്ന ഒരു അമ്മയുണ്ട് നിനക്ക്. നിനക്ക് വേണ്ടി കരയാൻ മാത്രം കഴിയുന്ന ഒരനുജത്തിയുണ്ട് ഈ പോലീസ് സ്റ്റേഷന് പുറത്ത്. നിന്നെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം ഇപ്പോഴും കാത്തിരിക്കുന്ന കൂട്ടുകാരുണ്ട്. അവരുടെയൊക്കെ സ്നേഹത്തിലാണ് സുധി നീ കത്തി കുത്തിയിറക്കിയത്. സാറേ, എനിക്കെൻ്റെ അച്ഛനും ഒന്ന് കാണാൻ പറ്റുമോ സാറേ? പ്ലീസ്, എനിക്കെൻ്റെ അച്ഛനും അമ്മേനെയും ഒരു പ്രാവശ്യം ഒന്ന് കണ്ടാൽ മതി. നീ കാരണം സ്വന്തം മകളെ ഇനി ഒരിക്കലും കാണാൻ പറ്റാതായി പോയ ഒരച്ഛനും അമ്മയുമുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. നടക്കില്ല സുധി. സാറേ പ്ലീസ്. അവർക്കവരുടെ മകളെ ഒരു വട്ടം കൂടി കാണിച്ചു കൊടുക്കാൻ സാധിക്കും നിനക്ക്. എന്നാൽ ഞാൻ നിൻ്റെ കൂടെ നിൽക്കാം. ശ്രമിക്ക്, നടക്കുമോ? അവർക്കവരുടെ മകളെ തിരിച്ചു കൊടുക്കടാ. എന്നാൽ ഞാൻ നിൻ്റെ കൂടെ നിൽക്കാം. അവരുടെ മകളെ ഇനി എനിക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല സാർ, അതെനിക്കറിയാം. പക്ഷേ സാർ എന്നൊന്ന് സഹായിക്കണം. എനിക്കിപ്പോൾ കുറ്റബോധം തോന്നി തുടങ്ങിയല്ലേ? ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് വർഷം നിനക്ക് ഈ കുറ്റബോധം മാത്രമേ കൂട്ടിനുണ്ടാവൂ. അത് നീ സൂക്ഷിച്ചു വയ്ക്കേ. സാർ, എനിക്ക് മനസ്സിലായി സാറേ. ഞാനൊരു കാമുകനാണെന്നല്ലാതെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നല്ലൊരു മകനാണെന്നും എൻ്റെ കൂട്ടുകാരുടെ നല്ലൊരു സുഹൃത്താണെന്നും ചിന്തിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു സാറേ. എൻ്റെ അമ്മയുടെ മടിയിലും തലവെച്ച് കിടന്ന് കരഞ്ഞ, എൻ്റെ അച്ഛനും ഒന്ന് കെട്ടിപ്പിടിച്ച് നിന്ന, എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഒരു ബീറടിച്ച് സങ്കടം പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അല്ലേ സാറേ?